ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ പറ്റിച്ച് അതിനകത്തോട്ടൊരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചെറിയ മുളകും കൂടെ ഇട്ട് ഒരു 30 ml ഒഴിച്ച് അതിൻ്റെ കൂടെ നല്ല സൂപ്പർ സോഡയും കൂടെ ഒഴിച്ച് ഒരു വീശിയ പിന്നെ അന്നത്തെ ദിവസം കിട്ടുന്ന ഒരു സുഖമുണ്ട്. സത്യം പറഞ്ഞാൽ വേറെ ഒന്നിനും ആ ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ നിരവധി ആളുകൾ മദ്യപാനം ശീലമാക്കിയവരായിരിക്കാം. ഒരു പരിധിവരെ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം എത്തിക്കുന്നതിൻ്റെ പ്രധാന സോഴ്സും ഈ മദ്യപാനം തന്നെയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. എന്നാൽ പോലും കുറച്ചായിട്ട് മദ്യപിക്കുന്നതിന് വലിയ തെറ്റ് ആരും തന്നെ പറയാറില്ല. എന്നാലും കൺട്രോൾ ചെയ്ത് അടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊരു ക്ലാസ് ഒന്നുമല്ല, ഞാനൊരു നല്ലതിനു പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡായ മാജിക് മൊമെന്റ്, അതായത് നമ്മുടെ ഡബിൾ എമ്മിനെ പറ്റിയുള്ള ഒരു ചെറിയ കാര്യമാണ്. നിരവധി ആളുകൾ മാജിക് മൊമെന്റ് പല വേരിയന്റുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. പ്ലെയിൻ ആയിട്ട്, ചോക്ലേറ്റ് ആയിട്ട്, ലെമൺ ആയിട്ട്, ഓറഞ്ച് ഒക്കെ ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല വേരിയേഷൻ നമ്മുടെ മാജിക് മൊമെന്റിലുണ്ട്. അത് കുടിക്കുന്നവരായിട്ട് നിരവധി ആളുകളുമുണ്ട്. ഒരു പരിധിവരെ കേരളത്തിലുള്ള നിരവധി ആളുകൾക്ക് മാജിക് മൊമെന്റിനോട് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന മദ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നമ്മുടെ മാജിക് മൊമെന്റ് ഉണ്ട്. അപ്പോൾ മാജിക് മൊമെന്റിന്റെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞെങ്കിൽ ഓക്കെ, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ആ കാര്യം എന്താണെന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കേരളത്തിൽ നിരവധി ആരാധകരുള്ള ഈ മാജിക് മൊമെന്റ് ഇറക്കുന്നത് റാഡിക്കോ കൈറ്റിൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിക്ക് നിരവധി ഷെയറുകൾ ഇപ്പോൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ പോലും ഈ ഷെയറുകളെ പറ്റിയൊന്നും നമ്മൾ പോലും അധികം വീഡിയോ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മനഃപൂർവ്വം വിട്ടുപോയത് തന്നെയാണ്, ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആ കമ്പനിയുടെ ഷെയറുകളെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. മാജിക് മൊമെന്റ് മാത്രമല്ല ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്, നിരവധി മറ്റ് ബ്രാൻഡുകളും ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബ്രാൻഡാണ് APM വിസ്കി, മോർഫ്യൂസ്, ഓൾഡ് അഡ്മിലർ, അത് നമ്മുടെ VSOPയുടെ ഒരു ബ്രാൻഡിയാണ്, റാംപൂർ മാൾട്ട് വിസ്കി, കോണ്ടസ തുടങ്ങിയവയാണ് ഇവരുടെ മറ്റു പല ബ്രാൻഡുകൾ. ഉത്തർപ്രദേശ് സ്വദേശിയായ ലളിത് കൈദാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥത. അതായത് ഇദ്ദേഹമാണ് ഈ കമ്പനി ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താലും ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിൽ തന്നെ ഒരുപാട് ആരാധകരുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ റാഡിക്കോ കൈറ്റിൻ ലിമിറ്റഡ്. ഇന്ത്യയിൽ ഇപ്പോൾ മദ്യവ്യാപാരം എന്ന് പറയുന്നത് വളരെ വലിയ ഉയർച്ചയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം നിറയ്ക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകവും ഈ മദ്യ വ്യവസായം തന്നെയാണ്. ഏകദേശം 2027 നമ്മുടെ ഈ മദ്യ വ്യവസായം ഏകദേശം $6000 കടക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2027 നമ്മുടെ ഇന്ത്യയിലുള്ള മദ്യവ്യാപാരം ഏകദേശം $64 മില്യൺ, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം കോടി രൂപയിലേക്ക് കടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആക്ച്വലി ഇന്ത്യയിൽ ഇപ്പോൾ മദ്യവിൽപ്പനയിലെ സിംഹമായിട്ട്, അതായത് രാജാവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നിരവധി ബ്രാൻഡുകളാണ് അദ്ദേഹം മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും മാജിക് മൊമെന്റിനാണ് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും നിരവധി ബ്രാൻഡുകളുള്ള ഈ കമ്പനി ഒരു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായിട്ട് തന്നെ നമുക്ക് കൂട്ടേണ്ടി വരും. കാരണം ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും മദ്യം കയറ്റുമതി ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള നിരവധി ബ്രാൻഡുകളും ഈ കമ്പനി ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഇപ്പോൾ ഏകദേശം 38,000 കോടി രൂപയാണ് ഇപ്പോൾ വരുമാനമായിട്ട് ലഭിക്കുന്നത്. കമ്പനിയുടെ ഏകദേശം 4% ഷെയറും നമ്മുടെ ലളിത് കൈയാറിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. അതായത് നമ്മൾ 1000 കോടി രൂപ, വെറും 4% ഷെയർ മേടിച്ചു വെച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ വരുമാനമാണ് ഇന്ത്യൻ റുപ്പിയിൽ 1000 കോടി രൂപ. അപ്പം ഇതിന്റെ ഷെയറുകൾ മേടിച്ചു വെച്ചാൽ എത്ര രൂപ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടും എന്നുള്ളത് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കാം.